ശ്രീമന്നാരായണീയം ദശകം 16 നാരായണ അവതാരവും ദക്ഷയാഗവും. ശ്ലോകം 2. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം. യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷോർനുനുവു സുരൗഘ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷപ്രജാപതി സ്വയംഭൂമനുവിന്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം കഴിക്കുകയും അവർക്ക് 16 പെൺകുട്ടികൾ ഉണ്ടാകുകയും ചെയ്തു. ധർമ്മദേവന് 13 പേരെയും, പിതൃക്കൾക്ക് സ്വധയെയും, അഗ്നിക്ക് സ്വാഹയെയും, പരമശിവന് സതിയെയും അവര് വിവാഹം ചെയ്ത് കൊടുത്തു. ധർമ്മഗൃഹിണി മൂർത്തി, ധർമ്മദേവന്റെ പത്നിയായ മൂർത്തിയാണല്ലോ. ധർമ്മദേവന് ഇവിടെ 13 കന്യകമാരെ വിവാഹം കഴിച്ചു കൊടുത്തതില് മൂർത്തി എന്ന ആ ഭാര്യയിൽ മഹിതാനുഭാവം ഭവന്തം, മഹിതാനുഭാവം ലോകപൂജിതമായ ആ മഹിമയോടുകൂടി, തേജസ്സോടുകൂടി, ഭവന്തം നിന്തിരുവടി തന്നെയായ നരസഖം നാരായണം, നിന്തിരുവടി തന്നെയായ നരനാരായണന്മാരെ ഇവിടെ സുഷുവേ പ്രസവിച്ചു. ധർമ്മദേവന്റെ പത്നിയായ മൂർത്തിയിൽ ലോകം മുഴുവനും പൂജിക്കുന്ന മാഹാത്മ്യത്തോടു കൂടിയ നിന്തിരുവടി തന്നെയായ ഭഗവാൻ തന്നെയായ നരനാരായണന്മാരെ ഇവിടെ മൂർത്തി പ്രസവിച്ചു. മൂർത്തിക്ക് പുത്രന്മാരായിട്ട് ഉണ്ടായി. നാരായണന്റെ സഖായിയായി ഇവിടെ നരനും ഒപ്പം ജനിച്ചു. യത് ജന്മനി, യാതൊരു നരനാരായണന്മാരുടെ അവതാരത്തിൽ, യത് ജന്മനി, ഈ നരനാരായണന്മാരുടെ അവതാരത്തിൽ, ജനനത്തിൽ, പ്രമുദിത സന്തുഷ്ടരായ സുരൗഖ ദേവസംഘം, ദേവന്മാരുടെ കൂട്ടം, കൃതതൂര്യഘോഷ വാദ്യഘോഷം മുഴക്കി, പുഷ്പ ഉത്കരാൻ, പുഷ്പം ഉത്കരം എന്ന് പറഞ്ഞ കൂട്ടം, പുഷ്പങ്ങളുടെ കൂട്ടം, പുഷ്പസമൂഹം ഇവിടെ പ്രവവൃഷു വാരി വർഷിച്ചു, വാരി വിതറി. നുനുവു ച സ്തുതിക്കുകയും ചെയ്തു. നരനാരായണ അവതാരത്തിന്റെ ഒരു ഫലം ദുഷ്ടനിഗ്രഹം. അതാണ്. പിന്നെ ധർമ്മദേവന്റെ പത്നിയായ മൂർത്തിയില് മഹാത്മാക്കളായ നരനാരായണന്മാര് ഉണ്ടായി. ദേവന്മാരെല്ലാം വാദ്യഘോഷം മുഴക്കി പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. ഇനി നരനാരായണ അവതാരത്തിന്റെ ഒരു ഫലമായിട്ടുള്ള ദുഷ്ടനിഗ്രഹം അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.